Hi friends, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മയൂരാസനം എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കൈയിൻ്റെ ഈ ജോയിൻറ്റ് നന്നായി റൊട്ടേഷൻ ചെയ്യും. ഒരു 5-10 നമ്പർ ചെയ്താൽ മതി. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഹാൻഡ്സ് ചേഞ്ച് ചെയ്യാം. അടുത്തത് ഹാൻഡ്സ് റൊട്ടേഷൻ ആണ്. ഫ്രണ്ടിൽ ചെയ്യാം. ഹാൻഡ്സ് റൊട്ടേഷൻ. നെക്സ്റ്റ് റിവേഴ്സ്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് നമ്മൾ ചെയ്യുന്നത് ഈ കൈ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള പുഷപ്പാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുഷപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഇറങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും എക്സസൈസുകൾ ആദ്യം ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൈ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, അത് മടക്കിയിട്ട് ഈ കൈയിൻ്റെ മുട്ട് വയറിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഉറപ്പിച്ചു വെക്കും. ഇതേപോലെ ഉറപ്പിച്ച് വെക്കുക. നെക്സ്റ്റ് അത് ഫ്രണ്ടിലോട്ട് ഒന്ന് പ്രസ് ചെയ്യാം. നെക്സ്റ്റ് റിലീസ് വരിക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 10 നമ്പറായിട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ഇതേപോലെ നമുക്ക് ആദ്യം ഒരു കാല് വെക്കുക. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കൈ മുട്ട് മടക്കി വെച്ചു. മുട്ടി വെച്ചിട്ട് കാൽമുട്ടോടെ കുത്തി കൈ നന്നായി വേറെ ഭാഗങ്ങളിലായിട്ട് നിർമ്മിച്ചു കാൽമുട്ട് പതുക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നിലത്ത് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു തലയണ നമ്മുടെ ഫേസ് വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കും. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്യണത് കാണിക്കാം. കാൽമുട്ട് കുത്തിയതിന് ശേഷം കൈമുട്ട് നന്നായി വളച്ചിട്ട് വയറിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് തറപ്പിച്ചു കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ച മിനിമം പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടാണ് നിങ്ങൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം. പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ മയൂരാസനം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം.